പനീറിൻ്റെ ഒരു ബേസിൽ ചീസ് സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ചീസ് യൂസ് ചെയ്ത് വരുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ പനീർ ചീസ് ബോൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പനീർ ചീസ് ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പനീർ ചീസ് ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പനീർ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 200 ഗ്രാം പനീറാണ്. അപ്പോൾ മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് നന്നായിട്ട് പൊടിച്ചാലും മതി. ഇതേപോലെ ഒന്ന് അടച്ചെടുത്തു. ബാക്കിയുള്ള പനീറൂടെ അതുപോലെ അരച്ചെടുക്കാം. ഇത് നല്ല സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനായിട്ടാണ്. ഇതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ചേർക്കാം. അതേപോലെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഞാൻ എരിവുള്ള ഒരു പച്ചമുളക് എടുത്തേക്കുന്നത്. മല്ലിയില ഒരു 1/4 കപ്പോളം മല്ലിയിലയുണ്ട്. അതേപോലെ ഒരു ചെറിയ സവാള, ഒരുപാട് വലുപ്പമില്ല, മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1/3 കപ്പ് ചോപ്ഡ് അണിയൻസ് ഉണ്ടാവും. ഒരു ചെറിയ അണിയൻ ചോപ്പ് ചെയ്ത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഇനി ഫ്ലേവറിന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കണം. ഉപ്പും പെപ്പറും ഒക്കെ ചേർക്കാനുണ്ട്. ഉപ്പ് 1/2 ടീസ്പൂൺ, കുറച്ച് താഴെയാണ്, 1/2 ടീസ്പൂൺ ലെവലില്ല, പൊടിക്ക് താഴെ. നമ്മൾ ചീസ് ഇടുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് ഇച്ചിരി കുറച്ചെടുത്താൽ മതി. ജീരകം പൊടി, ക്യുമിൻ പൗഡർ ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇതിനെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ചെറിയ ബോൾസ് ആക്കിയിടും. ഇതൊരു 12 ഈ സൈസിലുള്ള ബോളാക്കി മാറ്റി ഇനി നമുക്ക് ഓരോന്നിനകത്തും ചീസ് വെച്ച് ഫില്ല് ചെയ്യണം. ഓരോ പനീർ ബോൾസും എടുത്തിട്ട് നമുക്ക് ഈ ചീസ് അകത്ത് സ്റ്റഫ് ചെയ്യണം. ഇതേപോലെ ഒരു ഡിപ്പ് കൊടുക്കുക. ചീസ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാമോ 120 ഗ്രാമോ ചീസ് എടുക്കുക, അതിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി വെക്കുക. കവർ ചെയ്യുക. ഇതേപോലെ ബാക്കിയുള്ള പനീർ ബോൾസും സ്റ്റഫ് ചെയ്തെടുക്കുക. അപ്പോൾ ചീസ് ഇട്ട് നമ്മൾ ഇവിടെ പനീർ ബോൾസ് എല്ലാം ഫില്ല് ചെയ്തു. ഇനി നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അത് പൊടിയാണ്ടിരിക്കാനായിട്ട് കൂടിയിട്ടാണ്. ഇവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/3 കപ്പ് ഉണ്ടാവും. മൈദയിലിട്ട് ഓരോ ബോളും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ മുട്ട ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ മുട്ട യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു അയവിൽ പേസ്റ്റ് ഉണ്ടാക്കി ഇനി ഓരോ പനീർ ബോൾസ് ഇതിൽ കോട്ട് ചെയ്യാം, ഇതിലേക്ക് ഇടുക. ഇതേപോലെ ബാക്കിയുള്ള പനീറെല്ലാം ഈ പ്രോസസ്സ് ചെയ്തെടുക്കുക.
എല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തു. അടുത്തായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കുകയാണ്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. എണ്ണ ചൂടായി ഓരോ പനീർ ബോൾസും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ എല്ലാം എടുക്കാം. പനീർ ചീസ് ബോൾസ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിക്കാം. ഇതേപോലെ ചീസ് ഊസിയായിട്ടിരിക്കും. പനീർ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറും ആയിരിക്കും. ഇത് നല്ല ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചില്ലി സോസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ലൊരു ഷോർട്ട് ഈറ്റ് അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് പനീർ ചീസ് ബോൾസ്. ഈ അളവിൽ നമുക്കൊരു 12 to 13 നമ്പേഴ്സാണ് കിട്ടുക. എപ്പോഴും നിങ്ങൾക്ക് ചെറിയ സൈസ് വേണമെങ്കിൽ എപ്പോഴും തന്നെ ചെറിയ ബോൾസ് ആക്കിയാൽ നമുക്ക് കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.